പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തി. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ വലിയ തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ 48 വിവാഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കുകയും ചെയ്തു. വലിയ തരത്തിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മോദിയുടെ അവിടുത്തെ ഗുരുവായൂർ സന്ദർശനം. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചേർക്കാനുള്ളത്? ഇപ്പോഴും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ തുടരുകയാണോ? അവസാനിച്ചു കഴിഞ്ഞു. കാരണം ഇതുവരെയുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇവിടുത്തെ നിയന്ത്രണം സുരക്ഷാ കാരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ മേൽനോട്ടവും ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നതുമെല്ലാം SPG ആയിരുന്നു. SPGയുടെ അവർ നിയന്ത്രണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷാ ക്രമീകരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സമയം കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി പോലീസ് നിയന്ത്രിച്ചോളൂ എന്ന രീതിയിൽ അവർ ഒഴിവാക്കി കഴിഞ്ഞു. അതിനുശേഷം സൗകര്യപൂർവ്വം പിന്നീട് വന്നവർക്കെല്ലാം സ്വതന്ത്രമായി തന്നെ ഈ ഗുരുവായൂരിന് ചുറ്റുമുള്ള റോഡിൽ സഞ്ചരിക്കാനും ക്ഷേത്രത്തിലേക്ക് കടക്കാനുമെല്ലാം സൗകര്യമൊരുക്കിയിരുന്നു. പ്രധാനമന്ത്രി രാവിലെ പ്രധാനമായും ഇന്നത്തെ ദിവസം അദ്ദേഹം ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ക്ഷേത്ര ദർശനം പറയുന്നുണ്ടെങ്കിൽ കൂടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ്. അതിനുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോയാൽ വീണ്ടും അത് പറഞ്ഞു നീട്ടേണ്ടി വരും. എന്തായാലും അത് വിട്ടേക്കുക. എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അതെന്ന് നമുക്ക് വ്യക്തം. അതിന് അദ്ദേഹം വരുന്നത് രാവിലെ എത്തിയത് എറണാകുളത്ത് നിന്നും ഹെലികോപ്റ്ററിൽ വന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം ഗുരുവായൂരിലേക്ക് എത്തുന്നു. ഗുരുവായൂരിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അല്പസമയം വിശ്രമിച്ചു. അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. വേഷം മാറിയ ശേഷം ക്ഷേത്ര ദർശനത്തിനായുള്ള ഡ്രസ്സ് ധരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു, ദർശനം നടത്തുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. വധുവരന്മാർക്ക് മാല കൊടുത്തത് മുതൽ അദ്ദേഹമായിരുന്നു. ഒപ്പം സജീവമായി തന്നെ ആ വിവാഹ ചടങ്ങിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങിയ പ്രധാനമന്ത്രി വീണ്ടും ശ്രീകൃഷ്ണ കോളേജിലേക്ക് വാഹനത്തിൽ തന്നെ റോഡ് മാർഗം പോകുന്നു. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കയറിയാണ് തൃപ്രയാറിലേക്ക് പോയത്.